ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് യാത്ര തുടരുകയാണ്. ഇന്ന് 7ാമത്തെ 8ാമത്തെ ദിവസമായിരിക്കും മൊത്തത്തിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സുർക്കയിൽ നിന്ന് മോൻചോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോൻചോ ആണ് അടുത്ത ലക്ഷ്യം. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ജസ്റ്റ് ഒരു ചായയും ബിസ്ക്കറ്റ് മാത്രം കഴിച്ചിറങ്ങിയതാണ്. കുറച്ച് കഴിയുമ്പോൾ വിശക്കുമല്ലോ, അപ്പം എന്തെങ്കിലും കഴിക്കാം. റൂട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് കല്ലിട്ട സ്റ്റെപ്പുകൾ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ വഴിയൊക്കെ ഒരുവിധം ചളിപിളി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോവർക്കൈത ലോഡ് കൊണ്ടുപോകുന്ന റൂട്ടാണ്. സോ അതിൻ്റെ ചാണകവും എല്ലാം ഉണ്ട്. അപ്പോൾ നടത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വഴിയിലോരോ കാഴ്ചയൊക്കെ കാണുമ്പം കാണിച്ചു തരാം, പറഞ്ഞുതരാം. വില്ലേജ് ഏരിയ തന്നെയാണ് കേട്ടോ. കുറേ വീടുകളും ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. ഇവരെ വീട് തന്നെയാണ് ഇവരെ ചായക്കട എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പം വന്നെത്തിപ്പെട്ടിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നേപ്പാളിലെ ഷെർപ്പ കൾച്ചറില്ലേ, ഷെർപ്പ അവരുടെ ഏരിയ ആണിത്. ഡ്രസ്സിങ് ആണെങ്കിലും കൾച്ചറാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം. ഇവരെ മെയിൻ ഫുഡ് ദാൽ ബാത്ത്. രാവിലെ തന്നെ ഇരുന്ന് ദാൽ ബാത്ത് കഴിക്കും, ഉച്ചയ്ക്ക് വീണ്ടും ദാൽ ബാത്ത്, രാത്രി വീണ്ടും അതന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ ഗ്ലാസ്സിൽ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കുടിക്കും. പിന്നെ ഒരു ടോയ്ലറ്റ് ഭയങ്കര വലിയ സെറ്റപ്പല്ല, പണ്ടത്തെ പോലെ പലകി വെച്ചിട്ടുള്ള ടോയ്ലറ്റ് സെറ്റപ്പ്. പിന്നെ നമുക്കിപ്പോൾ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്താൽ ഇവർ ഒരു ഗ്ലാസ് ചായ തന്നാൽ പിന്നെ അവർ ഒഴിച്ചു തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഷെർപ്പ കൾച്ചറിനെ പറ്റി പറയാൻ. പിന്നെ കുറേ ആളുകൾ പോട്ടേഴ്സാണ്. അതായത് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. അപ്പോൾ അവരെന്നെ ചുമന്ന് കൊണ്ടുവരണം. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. യെസ്, ഇത് കണ്ടോ? ഇങ്ങോട്ടേക്ക് ലഗേജുകൾ എത്തിക്കുന്ന മെയിൻ ആൾക്കാർ ഇവരാണ്, കോവർ കഴുതകൾ. എന്നെ കണ്ട് നോക്കിക്കുക, കുത്തൂലേക്കും അല്ല. അപ്പോൾ ഇവരാണ് മെയിനായിട്ടും. ഇങ്ങോട്ടേക്കാണോ? ഇവരാണ് മെയിനായിട്ടും. അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ. ആകെ സ്റ്റക്കായി, ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്റ്റക്കായി. ചവിട്ട് കിട്ടൂലേക്കും. എൻ്റെ മോനെ നോക്ക് പോകുന്നേ. ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന മെയിൻ ടീംസാണ് ഇവർ. ഇതിപ്പോൾ ഒരേ സമയം താഴത്തുനിന്നും മുകളിലും വന്നതുകൊണ്ട് ആകെ അവിടെ ലോക്കായതാണ്. കണ്ടോ കോവർ കഴുതകൾ രാവിലെ തന്നെ സാധനം ചുമന്ന് കൊണ്ടുപോവാണ്. ഇതേപോലെ ഒരു ഗ്യാസ് കൊണ്ടുപോകും. എല്ലാം ഇവരാണ് മെയിൻ പോട്ടേഴ്സ് ഇവിടെ. ചവിട്ടിട്ട് ഞാൻ തീരും. അവര് പോയി. ഞാനും മെല്ലെ ചലിക്കുകയാണ്. ഇവരെ മൂട്ടിലിങ്ങനെ പോവാം. ഇത് കണ്ടോ? സോ ഇവിടേക്ക് ഹിൽ ഏരിയാസിൽ, മൗണ്ടെയിൻ റീജിയൻസിലൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരേ സമയം രസമാണ്, എന്നാൽ ലേശം കഷ്ടപ്പാടുമാണ്. കാരണം ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ വരുന്ന കൊടുക്കണ്ടേ, അതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ സാധനങ്ങൾ എത്തിക്കുന്നത് ഇവരെന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ മനുഷ്യന്മാരനെ ചുമന്ന് കൊണ്ടുപോവാണ്. ഇത് നോക്ക്, മൂപ്പര വെട്ടിയിലെന്താ ഉള്ളത്, ബാഗിലെന്താ ഉള്ളത്? കുട്ടിയാ. എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകണം, വേറെ നിവർത്തിയൊന്നുമില്ല. രസമാണ്. ഇവിടെ താഴെ പൂക്കൾ കണ്ടോ? ഈ പൂക്കൾ കണ്ടോ? ഇതെന്താ അറിയോ? ഇത് ആക്ച്വലി കാണിച്ചു തരാം. യെസ്, ഇത് ആക്ച്വലി പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങാണിത്. ഈ കാണുന്നത് ഫുള്ള് അതിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ചില രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങാണത് കാണുന്നത്. ഇവിടെയുള്ള അധികം പച്ചക്കറികൾ അവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ, അല്ലാതെ
ഒന്നും അധികമൊന്നും താഴത്തുനിന്ന് വരുത്തിക്കുന്നോ വാങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയിരിക്കും. ഇവിടുത്തെ എല്ലാം ഫ്രഷാണ്. വെള്ളം ഫ്രഷാണ്, പച്ചക്കറി ഫ്രഷാണ്, ആളുകളും ഫ്രഷാണ്. അതൊക്കെയാണ് നേപ്പാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഫുള്ള് അതിൻ്റെ തോട്ടാട്ടോ, ഉരുളക്കിഴങ്ങിൻ്റെ. കാണിച്ചു തരാം. മൊത്തം ഈ കാണുന്ന മൊത്തം ഉരുളക്കിഴങ്ങാണ്. ഈ പൂവെല്ലാം കുറേ ഏരിയയിലുണ്ട്. സോ എൻ്റെ കൂടുതലുള്ളവർക്ക് നടന്നത് മുല്ലെത്തി തോന്നുന്നുണ്ട്. എന്നാൽ ഞാനും ചലിക്കട്ടെ. ഓക്കെ, കണ്ടോ കണ്ടോ കണ്ടോ, നിറയെ ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടമാണ്. ഈ കാണുന്ന ചെറിയ പൂവുള്ള ചെടിയുണ്ടല്ലേ, ഇതെല്ലാം ഉരുളക്കിഴങ്ങാണേ. എന്താ അല്ലേ. ഒരു കുഞ്ഞുമോ അവിടെ നിൽക്കുന്നുണ്ട്. ഹലോ, നമസ്തേ. പോയി. ഇതാണ് നമ്മളെ റൂട്ട്. ഇതിലിപ്പോൾ എവിടെ ആയിരിക്കും, പോയി നോക്കട്ടെ. ഈ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ സ്റ്റൂപ്പുകൾ കാണാവേ, കാണാൻ തന്നെ രസമാണ്. നമസ്തേ. നമസ്തേ നമസ്തേ. നമ്മൾ നേരത്തെ നമ്മൾ പാസ് ചെയ്ത് വന്ന കോവർ കഴുതകളൊക്കെ ഇവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടേ. നോക്കാം. നമ്മളിങ്ങനെ അതിലിങ്ങനെ കയറി ഇങ്ങനെ വന്ന് നടന്നിങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ബോർഡ് കാണാം. ഈ ബോർഡ് കണ്ടാ മോനെ എന്താ രസം. നമ്മളിങ്ങനെ എത്താനായി എന്ന് തോന്നും. പക്ഷെ എത്താനായിട്ടൊന്നുമില്ല വേറെ കാര്യം. ഓ, വീണ്ടും പാട്ടായോ. ഞാൻ പറഞ്ഞില്ലേ, പോണ വഴികളെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റൂപ്പ് ഉണ്ടെന്ന്. ഇത് കളിക്കാൻ എന്തോ നല്ലത് കിട്ടുന്ന. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ കറക്കി മെല്ലനെ പോകാൻ കരുതി. കറക്കുമ്പോൾ തന്നെ രസമാണ്. പോണ വഴി ഇങ്ങനെ ചുമരുമ്പോൾ എന്തൊക്കെയൊക്കെയോ നേപ്പാളിയിലോ എന്തോ ലിപികൾ, എന്തെങ്കിലും ബുദ്ധിസമായി ബന്ധപ്പെട്ട വാക്കുകളോ ഒക്കെ ആയിരിക്കും. പിന്നെ ഇതാ അവിടെ ഒരു അടിപൊളി ചെറിയ അമ്പലമുണ്ട്. അതൊക്കെ ലോഡ്ജാട്ടോ. ആ കാണുന്നൊക്കെ ഫ്ലാഗ്, സമാധാന ഫ്ലാഗ് പറക്കുന്നുണ്ട്. ഞാനിതിലെങ്ങനെ നടക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിനെയൊന്നും കാണുന്നില്ല, അവരൊക്കെ മുന്നിൽ ഓടിച്ചാടി പോയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചധികം കാണാനും അറിയാനും കേൾക്കാനൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു പൈപ്പ് കാണുന്നുണ്ട്, വെള്ളം ഉണ്ടോ ആവോ ഒരെണ്ണം. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇവരുടെ ശരിക്കുള്ള ആ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം കൗതുകങ്ങളായിരിക്കും, പുതിയ കാര്യങ്ങളായിരിക്കും. ഇതൊന്നും അതൊക്കെ കണ്ട് മെല്ലെ പോകാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. കണ്ടോ, ഇങ്ങനത്തെ ഒരു വഴിയാണ്. വീഡിയോ ചിലപ്പോൾ കുരുങ്ങുന്നുണ്ടാവും കേട്ടോ, കാരണം ഞാൻ ഫോണിൽ തന്നെ എടുക്കുന്നേ. വഴിക്കൊക്കെ ഇല്ലേ ഇങ്ങനത്തെ പൈപ്പുകൾ ഉണ്ടാവും. ഇത് ആക്ച്വലി മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കുടിക്കാം, നല്ല വെള്ളം. അത് വേറെ വിഷയമൊന്നും ഇല്ലാത്ത വെള്ളം. അതിൽ മറ്റേ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ. ഞങ്ങളുടെ നല്ല രസമുള്ള കാഴ്ചകളാണ്. നല്ല രസമുള്ള കാഴ്ചകൾ വരുന്നുണ്ട്. ഓ, ആരാപ്പാ വരുന്നേ? കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ എന്നെ ഉണ്ടിയിട്ട് പോകും. ഇതാ ഇവിടെ വലിയ സ്റ്റൂപ്പ.
വാവ്. വരുന്ന വഴിക്ക് ഇങ്ങനെ നല്ലൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ, ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഭയങ്കര പ്രേയറിൻ്റെ ഒരു സംഭവമാണ്. ഇവരിതിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ എത്രയോ തവണ അവർ കറങ്ങിയിട്ട് ഇവരിതാക്കിയിട്ട് പോവും. അടിപൊളിയല്ലേ? വലിയ 2 സ്റ്റൂപ്പ. അതിൻ്റെ ചുവരിലൊക്കെ ആയിട്ട് എന്തൊക്കെയൊക്കെയോ ചിത്രങ്ങളുണ്ട്. ദൈവങ്ങളൊക്കെ ആയിരിക്കും. ബുദ്ധിസത്തിൻ്റെ മെയിൻ ഭാഗമാണ് ഇതൊക്കെ. അടിപൊളി. ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ആരും കാണുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഇവരിങ്ങനെ ഉന്ത ചെയ്യാം. ഉന്തിയിട്ട് ഇങ്ങനെ കറങ്ങും. കറങ്ങിയിട്ട് എത്രയോ തവണ കറങ്ങും കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര വൈബാട്ടോ. വൈബ് പറഞ്ഞാൽ ആ വൈബല്ല, ഭയങ്കര സമാധാനം, കൈൻഡ് ഓഫ് പീസ്. ഇതിനകത്ത് കയറി നിന്നതിന് നല്ലൊരു തണുപ്പും എന്തൊക്കെയൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ. മൊത്തത്തിൽ ഗ്രാമം കാണാൻ തന്നെ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഗ്രാമം. ഇവിടെ വലിയൊരു സ്റ്റൂപ്പുണ്ട്, കുറേ ഫ്ലാഗ് ഉണ്ട്. ആ കാണുന്ന ഫുള്ള് ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടങ്ങളാണ്. പിന്നെ ഈ കാണുന്നത് കുറേ നല്ല നല്ല ഹോട്ടൽസും റെസ്റ്റോറൻറ്റുകളും. ഇവിടെ വീണ്ടും സ്റ്റൂപ്പുണ്ട്. സോ അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി വില്ലേജ്. ഈ റൂട്ടിൽ ഫുള്ള് ഇതാണ് കേട്ടോ. അതായത് നമ്മളെക്കാട്ടിലും മീൻസ് മനുഷ്യന്മാരെക്കാട്ടിലും കൂടുതൽ ഇവരാണുള്ളത്, കോവർ കഴുതകൾ. രാവിലെ തുടങ്ങും ഇവർ ലഗേജ് അങ്ങോട്ട് അയക്കലും ലഗേജ് ഇങ്ങോട്ട് കൊണ്ടുപോകലും. കണ്ടില്ലേ? ഇപ്പം എന്തോ അരി സാമാനങ്ങളോ എന്തൊക്കെയൊക്കെയോ ആണിത് കൊണ്ടുപോകുന്നത്. ഇവരെ മേയ്ക്കാൻ ഇങ്ങനെ ഒരാളുണ്ടാവും. ഈ ഒരു സുർക്കിയ ടു മോഞ്ചോ റൂട്ടിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച ഈ കോവർ കഴുതകളെയും വോട്ടേഴ്സിനെയും ആയിരിക്കും. നോക്ക്, ഒരു ജീവിതം അങ്ങനെയാണ്. ഏത് കോവർ കഴുതകളെ. എനിക്ക് വെറുതെ വർത്തില്ല. ഞാൻ ഇപ്പോൾ കയറിയ മുതൽ ഇങ്ങനത്തെ ഒരു 7-8 ഗ്രൂപ്പിനെ കണ്ടിട്ടുണ്ടാവും. കോവർ കഴുതൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ലോഡ് കൊണ്ടുപോവുക, ഇറക്കുക, തിരിച്ചു വരിക, പിന്നെയും കൊണ്ടുപോവുക, ഇറക്കുക, തിരിച്ചു വരിക. ഇതല്ലേ, ഇതങ്ങനെ ഒരു ജീവിതമല്ലേ. ഈ കാണുന്ന ഗ്യാസും കുറ്റിയൊക്കെ കണ്ടില്ലേ? ഈ ഗ്യാസും കുറ്റിയെല്ലാം നമ്മളെ കോവർ കഴുതകൾ കൊണ്ടിടുന്ന, മീൻസ് അവരാണ് ചുമന്ന് കൊണ്ടിടുന്നത്. ഇനി ഇതാ കയറ്റം കയറി പോണം. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇവിടെ എങ്ങും കാണുന്നു പോലുമില്ല. അവരൊക്കെ എങ്ങോ എത്തിക്ക്. ഞാൻ വീഡിയോ എടുത്തെടുത്ത് പോകുന്നോണ്ടേ അങ്ങനെ ഇത് വെച്ചിക്ക് വേ ടു നാംചേ. സോ നമുക്കിതാ ഇതിൽ കയറി പോണം. ഓക്കേ, കുറേ നേരത്തെ കയറ്റത്തിന് ശേഷം ഇപ്പോൾ ഇറക്കം വന്നിരിക്കുകയാണ്. ഇറക്കം കാണുമ്പോൾ ഭയങ്കര സമാധാനം. കുഴപ്പമില്ല, വലിയ വിഷയമില്ലാതെ അങ്ങനെ ഇങ്ങനത്തെ വഴിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വലിയ വിഷയമില്ലാതെ പോയി കിട്ടും. ഓന്നോ, വീണ്ടും കയറ്റം. എത്ര വട്ടം സമാധാനം പോയി. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഒരു മറ്റേ പട്ടിക വെച്ചുള്ള ടോയ്ലറ്റൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഓർത്തു ഇനി അങ്ങോട്ട് ഫുള്ള്
പട്ടിക ടോയ്ലറ്റ് ഉണ്ടാവുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നല്ല നല്ല വൃത്തിയുള്ളൊരു ആധുനികമായിട്ടുള്ള ടോയ്ലറ്റ് കണ്ട. റിച്ച് സെറ്റപ്പ് നമ്മൾ ഹാളിലൊക്കെ ഉണ്ടാവില്ല അതുപോലെ. അത്യാവശ്യം വൃത്തിയുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്, കൊള്ളാം. ഇങ്ങനത്തെ ടോയ്ലറ്റൊക്കെ കിട്ടും. പിന്നെ ഇവിടെ വെള്ളം എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പബ്ലിക് ടോയ്ലറ്റ് കൺസ്യൂമർ ലാമൂർ റൂറൽ മുനിസിപ്പാലിറ്റി. ഓക്കേ, ഇവിടെ നമുക്ക് എന്താ വൻ മോട്ടിവേഷനൊക്കെ ഉണ്ട്. എവറസ്റ്റ് റൂട്ട്, ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായും ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി ജസ്റ്റ് വിലയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ 10 രൂപേൻ്റെ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ, ഈ സാധനം അതിന് 100 രൂപ. സ്നിക്കേഴ്സ് ഇല്ലേ, ഇത് അതിന് 300 രൂപ. വാവ്, ഓൺലി 300 മാത്രം. എന്താ ചെയ്യാ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഇത്രയും ഹൈറ്റിക്ക് എത്തിക്കണ്ടേ, നോക്കിയിട്ട് കാര്യമില്ല. എന്താണ് എന്താ സ്നിക്കേഴ്സിന്റെ വില കേട്ട് കരയുകയാണ് അഫ്സൽ. ഞങ്ങൾക്കൊരു നേപ്പാളിക്കാരനെ കിട്ടിക്ക്. മൂപ്പരിതാ ഈ വലിയ എന്താ പറയാ കാറാണ് കേട്ടോ. കാറ് നമ്മളെ കുട്ടികളൊക്കെ ഓടിക്കുന്ന കാറ്, അങ്ങനത്തെ കാറും ചുമന്ന് പോവാ. മൂപ്പർക്ക് ഫഡിങ് എത്തണം കണ്ടാ. മൂപ്പര് പക്ഷെ ഭയങ്കര ഹാപ്പി ആട്ടോ, നോ വറീസ്, ഭയങ്കര ചില്ല് മനുഷ്യൻ. റിയലി വൈബ്. ഞാൻ കാണിച്ചെടുത്ത് ഇതാ നോക്കി കൊണ്ടുവന്നത്. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം മൂപ്പരിക്കില്ല. വേറെ ഫോട്ടോസ് വരുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു കുതിര. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ആ വേറെ ടീം വരുന്നുണ്ട് മോനെ. ഇതാരാ അറിയോ? ഇത് യാക്കിന്റെ കുടുംബക്കാരായിട്ട് വരും. ഇത് കോവർക്കഴുതല്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറി നിൽക്കട്ടെ, കാരണം എന്താ വെച്ചാൽ ഇവരേന്നൊരു കുത്ത് കിട്ടിയാൽ ഇപ്പം തീരുമാനമാവും. അത്രയും വലിയ കൊമ്പാണ് കണ്ടാ. ഓരോ പൊയ്ക്കോട്ടെ. ഓ യാക്കിന്റെ കൂട്ടത്ത് കേട്ടാ. ഓ നോ, പാട്ടൊക്കെ പാടി ചില്ലായിട്ട് പോവാ. എന്തോരം ലഗേജാ കൊണ്ടുവന്നത്. നമസ്തേ. ഓ ഇവിടേക്ക് കോവർക്കഴുതിയും യാക്കൊക്കെ ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മോനെ തീർന്ന്. വെയിറ്റ് ചെയ്യുമ്പോൾ ചാവും. വാട്ട് ഈസ് ദാറ്റ്? നോ, അത് സ്ട്രോബെറി എന്നല്ല, വെറുതെ ചെറിയ മക്കളാ. രസാണ് ഇവരെ കാണാന്. ചോട്ടാസ്. വീണ്ടും കയറ്റമായി. അപ്പോഴേ എനിക്കറിയുന്നു വെറുതെ സന്തോഷിച്ചതാണ്. ഓ